പുനലൂരില് ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഫേസ്ബുക്കിലെ ലൈവായിട്ട് കൊന്ന കാര്യം എഴുതിയിരിക്കുന്നു. ഇത് ഐസക് എന്ന ഒരാളാണ് ഫേസ്ബുക്കിലെ ലൈവായി 2 മിനിറ്റോളം ഭാര്യയെ കൊലപ്പെടുത്തിയ കാര്യം അയാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്ന് 2 മിനിറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവായിട്ട് അങ്ങിട്ടിരിക്കുന്നു. കലയനാട് ചെറുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കലയനാട് വീട്ടിലേക്ക് രാവിലെ ഇയാൾ ചെന്നു 6:30 മണിക്ക്. അവരെ കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി. നിലവിളിച്ച് അവരെ ശബ്ദം കേട്ട് ആൾക്കാരെല്ലാം അയലൊക്കത്തുള്ളവർ ഓടിക്കൂടി. വന്നപ്പം ഐസക് അവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നീട് അയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ 6:30 കലയനാട് ശാലിനിയുടെ വീട്ടിലെത്തി. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം കുറെ നാളുകളുണ്ട്. 2 കുട്ടികളാണ്. മൂത്ത കുട്ടി ക്യാൻസർ പേഷ്യൻ്റാണ്. ആഡംബര ജീവിതം നയിച്ചതിൻ്റെ ഫലം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം അവർക്കുണ്ടായിരുന്നു. രാത്രിയും പകലുമൊക്കെ മിക്കവാറും വീട് വിട്ടു പോകും. കുട്ടികളെ നോക്കത്തില്ല. അവരെ വാഹനം ഓടിക്കാൻ പഠിപ്പിച്ചത് ഭർത്താവ് തന്നെ. ഒരു വാഹനം വാങ്ങിച്ചു, 2 വീലറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവൾ അതിൽ സ്ഥിരമായിട്ട് പോവുകയും വരികയും രാത്രിയും പകലും ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് റെസ്ട്രിക്ഷൻ കൊടുത്തു. അത് പാടില്ല, ആവശ്യത്തിന് മാത്രം വണ്ടി ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം സ്വന്തമായിട്ടൊരു വണ്ടി അങ്ങ് വാങ്ങിച്ചു. ശാലിനി ഭർത്താവിൻ്റെ പേരെഴുതിയ സ്വർണ്ണമോതിരം വിറ്റിട്ടാണ് വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഭർത്താവിനോട് ചോദിക്കാതെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിറ്റു ആഡംബര ജീവിതം നയിക്കാൻ. കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. രാഷ്ട്രീയ പാർട്ടികളുമായി വളരെയധികം ബന്ധവും അവരുടെ സപ്പോർട്ടോടുകൂടി വന്നതോടുകൂടി ഐസക് ഒറ്റപ്പെട്ടു. ഐസക് ആ രാഷ്ട്രീയ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ കുടുംബം സംരക്ഷിക്കണം, 2 മക്കളുണ്ട്, അവരുടെ കാര്യം നോക്കണം. ഇതിനൊന്നും അവർ തയ്യാറല്ല. ഭർത്താവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് അവർ പറഞ്ഞു. കാരണം താൻ പൈസ മുടക്കിയാണ് വീട് പണിതതെന്ന്. അതും വളരെ അധികം അയാളെ വിഷമപ്പെടുത്തി. അതിനുശേഷം അവരുടെ സ്വന്തം വീട്ടിലേക്ക് മാറി. ഭർത്താവ് ഒരു ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും. കുട്ടികളെ അയാളാണ് നോക്കുന്നത്. ശാലിനി അമ്മയുടെ ഒപ്പം പോയി താമസിക്കാൻ തുടങ്ങി. മോതിരം പണയം വെച്ച് 2 വീലർ മോതിരം വിറ്റിട്ടാണോ എന്നറിയത്തില്ല. അയാളുടെ പേരെഴുതിയ മോതിരം വിറ്റു 2 വീലർ വാങ്ങിച്ചു. കൂടാതെ വീട്ടിലെ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ വിറ്റു. അതും ആഡംബര ജീവിതത്തിനും അവരുപയോഗിച്ചു. അനാവശ്യമായി അവർ സഞ്ചരിക്കുന്നത് വിലക്കി, രാഷ്ട്രീയക്കാരോട് ഇടപെടുന്ന വിലക്കി. രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം അവരോട് സഹാനുഭൂതിയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും കാര്യങ്ങൾ പന്തിയില്ലാതെ മുന്നോട്ട് പോയി. 2 കുട്ടികളെയും ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിവൃത്തിയില്ല. നാണക്കേടും മാനക്കേടും. നാട്ടുകാരോട് ചോദിച്ചാൽ ഇവളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് അയാൾ പറയുന്നുണ്ട്. അയാളെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ ഇവളെപ്പറ്റി നാട്ടുകാർക്ക് അറിയാം. എന്തായാലും തീരുമാനമെടുത്തു. അവളുടെ വീട്ടിൽ വന്ന് അവളെ വെട്ടിക്കൊല്ലുകയായിരുന്നു ചെയ്തത്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ പൊരുത്തക്കേട്, ഭർത്താവിനെ അനുസരിക്കാതെ ഭാര്യ എന്ന് ഭർത്താവ്, രണ്ടാമത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഭർത്താവിന് കുട്ടികൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവർ തോന്നിയാസം വീട്ടിൽ നിന്ന് ഇറങ്ങി. അവരുടെ പണം കൊണ്ട് വെച്ച വീടാണ്. അവിടുന്ന് ഭർത്താവ് ഇറങ്ങിത്തിറങ്ങണമെന്നായി. പല രീതിയിലുള്ള മാനസിക പീഡനം കൊണ്ട് ഭർത്താവ് ആ ഭാര്യയെ വെട്ടിക്കൊല്ലുകയാണ് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നതിന് അയാൾ തീരുമാനം എടുത്തിട്ട് ആ വിവരം അയാൾ ഒരു കൺഫെഷൻ പോലെ, കുറ്റസമ്മതം പോലെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. അത് തന്നെ നല്ലൊരു തെളിവായിട്ട് വരും. കുട്ടികൾ അനാഥരായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഭാര്യയെ കൊലപ്പെടുത്തി കൊന്നു. അവരുടെ കുട്ടികളുടെ അമ്മ മരണപ്പെട്ടു. രണ്ടാമത് ഭർത്താവിനെ അവരെ കൺഫെഷൻ തന്നെ മതി. കുറ്റസമ്മത മൊഴി ഫേസ്ബുക്കിലുണ്ട്, ലൈവാണ്. ഇയാൾ തന്നെ പറഞ്ഞു താൻ തന്നെയാണ് ഭാര്യയെ കൊന്നതെന്ന്. അത് നല്ലൊരു എവിഡൻസ് ആണ്. എന്തായാലും ആ കുടുംബം, കുട്ടികൾ അനാഥരായി എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. അവരുടെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും എത്ര നാൾ ഇവരെ സംരക്ഷിക്കാൻ പറ്റും? ഒരു കുട്ടിക്ക് ക്യാൻസറുമാണ്.
ഇതുപോലുള്ള സാമൂഹ്യമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉള്ളത്. മിക്കവാറും ഉള്ള വീടുകളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അത് അവരവര് തന്നെ കൈകാര്യം ചെയ്ത് അതിൽ നിന്നൊരു മോചനം, സമാധാനപരമായ ഒരു അന്തരീക്ഷം വീട്ടിൽ എപ്പോഴും ഉണ്ടാകുക എന്ന് മാത്രമേ ഇതിന്ന് പറയാനുള്ളൂ. കാരണം ഈ രീതിയിലുള്ള ബന്ധങ്ങൾ അത് തീർച്ചയായിട്ടും ഒരു കൊലപാതകം, ഭാര്യ ചിലപ്പം ഭർത്താവിനെ കൊല്ലാം, ഭർത്താവ് ചിലപ്പം ഭാര്യയും കൊന്നാം. രണ്ടു കൂട്ടരും സംയമനം പാലിച്ച് കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാനുള്ള ഒരു മൂഡ്, ഒരു ഇതാണ് നമുക്ക് ആവശ്യം. ആ രീതിയിലേക്ക് ഭാര്യയും ഭർത്താവും കുട്ടികളും വളർന്നു മുന്നേറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.